സംസ്ഥാനത്ത് മുന്നറിയിപ്പ് നൽകാതെ 11 ട്രെയിനുകൾ റദ്ദാക്കി. നാഗർകോവിൽ കന്യാകുമാരി ഡിവിഷനുകളിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നാണ് തീരുമാനം. 14 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. അവധിക്കാലം തുടങ്ങിയ പശ്ചാത്തലത്തിൽ വേണ്ടത്ര മുന്നറിയിപ്പ് നൽകാതെ ട്രെയിനുകൾ റദ്ദാക്കിയത് നിരവധി യാത്രക്കാരെയാണ് വലച്ചത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ മുന്നറിയിപ്പ് നൽകാത്തതിന്റെ കാരണമായി എന്താണ് റെയിൽവേ അധികൃതർ പറയുന്നത്? വേണു, കന്യാകുമാരി നാഗർകോവിൽ സെക്ഷനുകളിൽ അറ്റകുറ്റപ്പണി നടത്താൻ നേരത്തെ തന്നെ തീരുമാനമായതാണ്. പക്ഷേ ഇത്രയും അധികം ട്രെയിനുകൾ റദ്ദാക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരുന്നില്ല. ഇന്ന് പുലർച്ചെ മാത്രമാണ് ട്രെയിനുകൾ റദ്ദാക്കിയത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ അറിയിപ്പ് പുറത്തു വന്നത്. ഇത് പ്രകാരം 11 ട്രെയിനുകൾ പൂർണ്ണമായും 14 ട്രെയിനുകൾ ഭാഗികമായുമാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഈ അറിയിപ്പ് വൈകാനുണ്ടായ കാരണം എന്താണെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. വേണു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവധിക്കാലമാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ദീർഘദൂര യാത്രയ്ക്ക് ഉൾപ്പെടെ ട്രെയിൻ സർവീസുകളെയാണ് ആശ്രയിക്കുന്നത്. ആ സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ ഈ ട്രെയിൻ ക്യാൻസലേഷൻ ആളുകളെ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 11 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. അവ കൊച്ചുവേളി നാഗർകോവിൽ എക്സ്പ്രസ്, നാഗർകോവിൽ കൊച്ചുവേളി എക്സ്പ്രസ്, തിരുനെൽവേലി നാഗർകോവിൽ എക്സ്പ്രസ്, നാഗർകോവിൽ തിരുനെൽവേലി എക്സ്പ്രസ്, നാഗർകോവിൽ കന്യാകുമാരി എക്സ്പ്രസ് എന്നിവയാണ് പ്രധാനപ്പെട്ട ട്രെയിനുകൾ. അതോടൊപ്പം തന്നെ കന്യാകുമാരി കൊല്ലം മെമു, കൊല്ലം കന്യാകുമാരി മെമു, കൊല്ലം ആലപ്പുഴ അൺറിസർവ്ഡ് എക്സ്പ്രസ്, ആലപ്പുഴ കൊല്ലം അൺറിസർവ്ഡ് എക്സ്പ്രസ് തുടങ്ങി 11 ട്രെയിനുകളാണ് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുള്ളത്. അതോടൊപ്പം 14 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ഇന്ന് കൊച്ചുവേളിയിൽ സർവീസ് അവസാനിപ്പിക്കും. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസും കൊച്ചുവേളിയിൽ സർവീസ് അവസാനിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് റെയിൽവേയുടെ ഈ സമീപനം ഉണ്ടാക്കിയത്. വേണു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന്.